GST ഉയർത്തിയതോടുകൂടി ഈ പറയുന്ന വിദേശ കോളകൾക്കെല്ലാം വൻ തിരിച്ചടിയായിരിക്കുകയാണ്. എന്നാൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന കോളകൾക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിച്ചു. സത്യത്തിൽ ഇതെന്താ സംഭവിച്ചത്? സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കാർബണേറ്റഡ് പാനീയങ്ങൾക്ക് GST ഏർപ്പെടുത്തി. അത് 40% ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആഗോള ഈ പറയുന്ന ബ്രാൻഡുകൾക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു പതനം വന്ന സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്കതൊരു അനുകൂലമായ സമയം കൂടിയാണ്. നമ്മുടെ സ്വദേശി പാനീയമായിട്ടുള്ള കാമ്പ കോള അത് തോന്നുന്നു 70കളിലും 80കളിലുമൊക്കെ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന നമ്മുടെ തന്നെയായിട്ടുള്ള ഒരു ശീതളപാനീയമായിരുന്നു ഈ കാമ്പ കോള എന്ന് പറയുന്നത്. അപ്പോൾ അത് പക്ഷേ ഈ പറയുന്ന വിദേശ കമ്പനികളായിട്ട് പെപ്സി, കൊക്കക്കോളയൊക്കെ വന്നതോടുകൂടി അതിന് ഒരു ഇടിവുണ്ടാകുന്നു. അതോടുകൂടി അത് തകർന്നടിയുന്നു എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ വരികയാണ്. പിന്നീട് വിദേശ കമ്പനികൾക്ക് എതിരാളിയായിരുന്ന ഈ പറയുന്ന ബ്രാൻഡ് 91 സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾക്ക് ശേഷം വിദേശ കമ്പനികൾക്ക് എതിരാളിയ ഈ ബ്രാൻഡ് വീണ്ടും എത്തുകയാണ്. അതിന് പുതുജീവൻ കൊടുത്തത് റിലയൻസ് ആണ്. അംബാനിയാണ് ഇതിനൊരു പുതുജീവൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പറയുന്ന ഒരു സാമ്പത്തിക നയങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, അത് 91 PV നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ ഉദാരവൽക്കരണ നയങ്ങൾക്ക് ശേഷം പെപ്സിയും കൊക്കക്കോളയും വന്നപ്പോഴാണ് ഈ നമ്മുടെ സ്വദേശീയമായിട്ടുള്ള ഈ ബ്രാൻഡ് പിന്തള്ളപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോൾ ഇത് തിരിച്ചെത്തിക്കുകയാണ്. ഈ തിരിച്ചെത്തിക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ മുന്നേറാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളെല്ലാവരും തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ പാടെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ താരിഫ് യുദ്ധമായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അത് വേണ്ട, അവരുടെ ഉൽപ്പന്നങ്ങൾ വേണ്ട എന്ന സ്വമേധയാ വയ്ക്കുന്ന ഒരു തീരുമാനം നമ്മുടെ ജനങ്ങളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ GST ഏർപ്പെടുത്തിയതോടുകൂടി ഇന്ത്യയിലെ ശീതളപാനീയ വിപണി പുതിയൊരു വഴിത്തിരിവിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രിയൻ ചോദിച്ചത്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പുതിയ നികുതി പരിഷ്കാരം പ്രകാരം കൊക്കക്കോള, പെപ്സി, ഫ്രൂട്ടി, എനർജി ഡ്രിങ്കുകൾ തുടങ്ങിയിട്ടുള്ള മധുരപാനീയങ്ങൾ സിൻ ഗുഡ്സ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ട് 40% GST ഏർപ്പെടുത്തുന്നത്. ഇത് ഈ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് 2025 സെപ്റ്റംബർ 22 മുതൽ പുതിയ നികുതി നിരക്ക് പ്രാബല്യത്തിൽ വരികയാണ്. നിലവിലുള്ള 4 തരം GST സ്ലാബുകൾക്ക് പകരം 2 പ്രധാന സ്ലാബുകൾ നടപ്പാക്കാനുള്ള നീക്കമാണ്. സർക്കാരിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. 28% GSTയും കോമ്പൻസേഷൻ സെസ്സും ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഒഴിവാക്കിയതോടെ നികുതി വരുമാനത്തിൽ കുറവ് വരാതിരിക്കാൻ വേണ്ടിയാണ് 40% എന്ന ഉയർന്ന നിരക്ക് ഏർപ്പെടുത്തിയത് എന്നാണ് സർക്കാർ പറയുന്നത്. ഈ തീരുമാനത്തെ പൊതുജനാരോഗ്യ വിദഗ്ധർ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം മധുരപാനീയങ്ങളുടെ ഉപഭോഗം കുറയ്ക്കാനും അതുവഴി അമിതവണ്ണവും പ്രമേഹം തുടങ്ങിയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ നീക്കം വ്യവസായ മേഖലയെ തകർക്കുമെന്നും ആരോഗ്യകരമായിട്ടുള്ള പാനീയങ്ങളെ പോലും ഉയർന്ന നികുതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് ശരിയല്ലെന്നും ഇന്ത്യൻ ബിവറേജസ് അസോസിയേഷൻ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റിലയൻസ് ആണ് ഈ ഒരു കാമ്പ കോളയെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ സർക്കാർ നികുതി ഉയർത്തി പാനീയ വിപണിയെ കടുത്ത പ്രതിസന്ധിയിലാക്കുമ്പോഴാണ് റിലയൻസ് തങ്ങളുടെ ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള കാമ്പ കോളയെ കൊക്കക്കോള, പെപ്സി തുടങ്ങിയ ആഗോള ബ്രാൻഡുകൾക്ക് മുന്നിൽ ബദലായിട്ട് അവതരിപ്പിക്കുന്നത്. 2022 22 കോടി രൂപ മുടക്കിയാണ് കാമ്പ കോളയെ ഇവർ ഏറ്റെടുത്തിട്ടുള്ളത്. കാമ്പ കോളയെ ആഗോള ബ്രാൻഡാക്കി മാറ്റാനായിട്ട് റിലയൻസ് വൻ നിക്ഷേപവും നടത്തുന്നുണ്ട്. അടുത്ത 12 മുതൽ 15 മാസത്തിനുള്ളിൽ 6000 മുതൽ 8000 കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് റിലയൻസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് UAE, ശ്രീലങ്ക തുടങ്ങിയ വിപണികളിലേക്കൊക്കെ കാമ്പ കോള പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാമ്പ കോള, കാമ്പ ലെമൺ, കാമ്പ ഓറഞ്ച് എന്നിവയ്ക്ക് പുറമെ ഷുഗർ ഫ്രീ കാമ്പ സീറോയും അവതരിപ്പിച്ചിട്ടുണ്ട് റിലയൻസ്. ആരോഗ്യകരമായിട്ടുള്ള പാനീയങ്ങളുടെ വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ബൈദ്യനാഥിൻ്റെ ശൂന്യ ഡ്രിങ്ക്സ് ബ്രാൻഡിൻ്റെ ഓഹരികൾ കൂടി ഇവർ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ ഈ ഒരു ഉയർന്ന നികുതി നിരക്ക് ഉപഭോക്താക്കളെയും വ്യവസായത്തിനും ഒരുപോലെ ബാധിക്കുമ്പോൾ ഈ പ്രതിസന്ധിയെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് എങ്ങനെ അതൊരു അനുകൂലമാക്കി എടുക്കാമെന്നുള്ള ശ്രമത്തിലാണ് റിലയൻസ് പോകുന്നത്. ഉയർന്ന വില കാരണം കൊക്കക്കോളയും പെപ്സിയും പോലുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കുറയുമ്പോൾ പ്രാദേശികമായിട്ട് കാമ്പ കോളയ്ക്ക് വിപണി പിടിച്ചെടുത്തേക്കാൻ സാധിച്ചേക്കാം എന്നുള്ള ഒരു അനുമാനത്തിൽ അവർ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണി വികസിപ്പിക്കാനുള്ള റിലയൻസിൻ്റെ നീക്കം
ഭാവിയിൽ ഈ മേഖലയിൽ വലിയ മാറ്റത്തിന് കുതിപ്പിന് കാരണമാകുമെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റ് അടുത്ത വർഷം 10% വളർച്ച പ്രാപിക്കുമെന്നാണ് പറയുന്നത്. ഏതാണ്ട് 300 ബില്യൺ രൂപയുടെ വിപണിയാണ് ഇതിന് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഏതാണ്ട് 40 മുതൽ 45 വരെ ശതമാനം സോഫ്റ്റ് ഡ്രിങ്ക് വിൽപ്പനയുണ്ട്. 8 മുതൽ 10% എനർജി ഡ്രിങ്കുകൾ നമ്മുടെ നാട്ടിൽ വിൽക്കുന്നുണ്ട്. 5% ഏതാണ്ട് ജ്യൂസുകളൊക്കെയാണ് വിൽപ്പന പോകുന്നത്. 1 മുതൽ 2% വരെ സ്പോർട്ട് ഡ്രിങ്ക്സ് നമ്മുടെ നാട്ടിൽ വിൽപ്പന നടത്തുന്നുണ്ട്. ഏതാണ്ട് ഈ ഒരു 100%ത്തിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 50% പ്രാദേശികമായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ പെപ്സിയും കൊക്കക്കോളയും ഒന്നും അല്ലാതെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പലതരം പാനീയങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ പെപ്സിയും കൊക്കക്കോളയും ഉപയോഗിക്കാതെ ഇത് ഉപയോഗിക്കുന്നവരുമുണ്ട്. നേരെ തിരിച്ച് അതിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേണ്ട എന്ന് വെച്ച് പെപ്സിയും കൊക്കക്കോളയും വാങ്ങി കുടിക്കുന്നവരുമുണ്ട്. 2 തരത്തിലുണ്ട്. അപ്പം ഒരു 50% പ്രാദേശികമായിട്ടുള്ളതാണെങ്കിൽ 50% കൈയടക്കി വയ്ക്കുന്നത് പ്രധാന ബ്രാൻഡുകളായിട്ടുള്ളവരാണ്. അത് ഈ പെപ്സി കൊക്കക്കോള മാത്രമല്ല, ബിസ്ലേരി, കിൻലി, അക്വാഫിന, ബെയ്ലി തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളെല്ലാം തന്നെ ഇത് കൈയടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ GST നടപ്പാക്കിയതിനു ശേഷം വലിയ ബ്രാൻഡുകളാണ് വിപണി പിടിച്ചടക്കിയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ വിപണിയിലേക്കാണ് ഉയർന്ന വില വരുമ്പോൾ കാമ്പ-കോള അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സ്വീകാര്യത കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രിയൻ, എന്താണ് ഇത് സംബന്ധിച്ച് തോന്നുന്നത്? അതായത് തദ്ദേശീയമായിട്ടുള്ള വിപണിയെ ഉണർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലെ വിപണിക്കകത്ത് നടത്തുന്ന വലിയ സ്വാധീനമുണ്ട്. ഇവിടുന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ അകത്ത് ഒപ്പം വായിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോള എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തിയിട്ട് ഇവരെന്താ ചെയ്യുന്നത്? അത് വിറ്റ് ലാഭം ഉണ്ടാക്കി അവരുടെ രാജ്യത്ത് കൊണ്ടുപോകും. അപ്പോൾ വെള്ളം എവിടെ നിന്നാണ് എടുക്കുന്നത്? ഇന്ത്യയിൽ നിന്ന്. അത് എങ്ങനെ ബോട്ടിൽ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നുണ്ടാവുന്ന കെമിക്കൽസും അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റും എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്? ഇന്ത്യയിൽ. എന്നിട്ട് അതിൻ്റെ വിൽക്കുന്നത് എവിടെ? ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ പൈസ എന്ത് ചെയ്യുന്നു? അവർ കൊണ്ടുപോകുന്നു. ഇനി ഇമ്പോർട്ടഡ് കോള നമ്മുടെ ഇവിടുത്തെ ഷോപ്പുകളിൽ കിട്ടും, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും. 2 തരത്തിലാണ് കോള ഇറക്കുന്നത്. ഒന്ന്, ഇമ്പോർട്ടഡ് കോളയുണ്ട്. അമേരിക്കയിൽ വിൽക്കുന്ന കോള അല്ല ഇന്ത്യയിൽ ഇറക്കുന്നത്. ഇന്ത്യയിൽ ലോ ഗ്രേഡ് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഷുഗർ ചേർക്കുന്ന, എപ്പോൾ വേണമെങ്കിലും രോഗം വരാവുന്നുള്ള തരത്തിലുള്ള കൊക്കക്കോള, പെപ്സി അതുപോലുള്ള കമ്പനികളുടെയൊക്കെ കോളകളുണ്ട്. ഏറ്റവും നിലവാരം കുറഞ്ഞതാണ്. അമേരിക്കൻ കോളയോ ഏറ്റവും ഗുണനിലവാരം കൂടിയതാണ്. അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ അതിവിടെ കിട്ടാനുണ്ട്, ഇവിടെ കിട്ടും. വലിയ വില കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ നയം എന്താണ്? കൃത്യമായിട്ടുള്ള നയമുണ്ട്. ഇന്ത്യക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. ഞങ്ങൾ വിൽക്കുന്നത്, ഞങ്ങളിപ്പോൾ ഗൾഫ് മേഖലയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ വിൽക്കുന്ന ഇത്തരം ശീതപാനീയങ്ങൾക്ക് വലിയ ക്വാളിറ്റി ഉണ്ടാവും. അത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമല്ലേ? അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ളതാണ് ജനങ്ങളെ, ലോകത്തിലെ ജനങ്ങളെ മൊത്തം 2ആയിട്ട് കാണുന്നു. അപ്പോൾ നമുക്ക് വേറൊന്നും ചിന്തിക്കാനൊന്നുമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, കാമ്പാക്കോളയുണ്ട്. അതിൻ്റെ എല്ലാം ഉൽപ്പാദനം നടത്തി നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് നൽകിയാൽ മതി. വിദേശ സാധനങ്ങൾ എന്തിനാണ് നമ്മൾ സ്വീകരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ നമ്മുടെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് മേലെ 50% നികുതി ചുമത്തിയവൻ്റെ പ്രോഡക്റ്റുകൾ നമുക്ക് വേണ്ട എന്ന് നമ്മൾ വയ്ക്കുകയാണ് ആത്യന്തികമായി ചെയ്യേണ്ടത്. അതോടുകൂടി തന്നെ അവന്മാർ പാഠം പഠിച്ചുകൊള്ളും എന്നുള്ളതാണ്. ഇതിൽ അമേരിക്കയ്ക്കുള്ള ഒരു നല്ല പണിയാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.